സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം. വയനാടൻ മലനിരകളിലെ മനോഹരമായ താഴ്വരയിൽ ഒന്നിൽ ഒരശനിപാതം കണക്കെ ഉരുൾപൊട്ടിയെത്തിയ ഉരുളൻ കല്ലുകളും മലവെള്ളവും ഇല്ലാതാക്കിയത് ഒരു ഗ്രാമത്തെയും അതിലെ നൂറുകണക്കിന് മനുഷ്യരെയും ജന്തുജാലങ്ങളെയുമാണ്. ചൂരൽമലയും മുണ്ടക്കൈയും ഇന്ന് കണ്ണീരോർമ്മ മാത്രം. ദുരന്തം നടന്ന് 48 മണിക്കൂറാകുമ്പോഴും നൂറുകണക്കിന് മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും അവിടെ മണ്ണിനടിയിൽ തന്നെ. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കും കുന്നുകൂടിയ മൺകൂനകൾക്കുമിടയിൽ ജീവന്റെ തുടിപ്പ് തേടി രക്ഷാപ്രവർത്തകർ അഹോരാത്രം പ്രയത്നിക്കുകയാണ്. സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്നത്. മലനിരകൾക്ക് താഴെ പച്ച വിരിച്ചു കിടന്ന മനോഹരമായ മുണ്ടക്കൈ എന്ന ചെറുപട്ടണം. ശാന്തമായി ഒഴുകിയ പുന്നപ്പുഴയും പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യവും കൊണ്ട് സഞ്ചാരികളുടെ ഹൃദയം കവർന്ന നാട്. കോടമഞ്ഞ് പുതച്ചു കിടന്ന ഈ ചെറുപട്ടണം ഇപ്പോഴില്ല. ഒരു രാത്രി കുത്തിയൊഴുകിയ മലവെള്ളം ഈ ഗ്രാമത്തെ അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ വ്യാപാര സമുച്ചയങ്ങളും വീടുകളുമെല്ലാം ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും വെറും ഓർമ്മയായി മാറി. രാത്രി വൈകി 2 തവണ കാതടുപ്പിക്കുന്ന വലിയ ശബ്ദത്തോടെ അങ്ങകലെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും മല നിരങ്ങി വന്നതോടെ മുണ്ടക്കൈ എന്ന നാടൊന്നാകെ അതിലൊഴുകിപ്പോവുകയായിരുന്നു. മുണ്ടക്കൈയിലെ വ്യാപാര സമുച്ചയങ്ങൾ പൂർണ്ണമായും തകർന്നു. പ്രധാന പാതയിൽ നിന്നും 100 അടിയോളം ഉയരത്തിലുള്ള പള്ളിയുടെ 2ാം നിലയുടെ ഉയരത്തിൽ വരെയും വെള്ളവും ചെളിയും വൻമരങ്ങളുമെത്തി. 2 കിലോമീറ്ററോളം അകലത്തിലുള്ള പുഞ്ചിരിമറ്റത്തു നിന്നും പാതയോരങ്ങളിൽ ഉണ്ടായിരുന്ന 26 വീടുകളോളം പൂർണ്ണമായും കാണാനില്ല. ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നത് നാമമാത്ര വീടുകൾ മാത്രമാണ്. കുട്ടികൾ, മുതിർന്നവർ, പ്രായമുള്ളവർ തുടങ്ങി മരിച്ചവരുടെയും കാണാതായവരുടെയും എണ്ണം ഉയർന്നതോടെ മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണീർ കരയായി മാറി. ഉറ്റവരെല്ലാം മലവെള്ളത്തിൽ വേർപെട്ടപ്പോൾ ഈ നാട് വിജനതയുടെ ദുരന്തഭൂമിയാവുകയായിരുന്നു. ദുരന്തത്തിൻ്റെ 2ാം ദിവസം രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥയെയും മറികടന്നാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ആദ്യ ദിവസമെത്തിയ NDRFലെ 30 അംഗ ടീമുകൾക്ക് പുറമെ വിവിധ സേനാ വിഭാഗങ്ങളിലുള്ളവർ ചൂരൽമലയിലെത്തിയിരുന്നു. ഇവരും മുണ്ടക്കൈ രക്ഷാദൗത്യത്തിലേക്ക് അണിനിരന്നു. കൂടാതെ അഗ്നിരക്ഷാസേനയിലെ 100 അംഗ സംഘം മുണ്ടക്കൈയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ നിന്നെത്തിയ RFO K. രജീഷിന്റെ നേതൃത്വത്തിലുള്ള 55 അംഗ സ്കൂബ ഡൈവിംഗ് ടീമും രക്ഷാപ്രവർത്തനങ്ങൾക്കിറങ്ങി. ഇതിനൊപ്പം സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നതോടെ മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം ഊർജിതമായി. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ സ്ലാബുകൾ മുറിച്ചു മാറ്റിയും വടം കെട്ടി വലിച്ചു മാറ്റിയും 7ഓളം മൃതദേഹങ്ങളും ഇവിടെ നിന്നും രാവിലെ 11:30 പുറത്തെടുത്തു. ഇതേസമയം മുണ്ടക്കൈ ടൗണിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി മുന്നേറുന്നുണ്ടായിരുന്നു. കനത്ത ഒഴുക്കിനെ വകവെക്കാതെ ചൂരൽമല പുഴയിലൂടെ പാറക്കെട്ടുകളെയും മറികടന്നാണ് ആദ്യ മണ്ണുമാന്തി യന്ത്രം മുണ്ടക്കൈ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. വഴിയിലെ വൻമരങ്ങളും പാറകളും മാറ്റി ഉച്ചക്ക് 2ഓടെ കൂറ്റൻ JCB മുണ്ടക്കൈ അങ്ങാടി നിലനിന്നിരുന്ന സ്ഥലത്തെത്തി. ഇതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗതയേറി. വലിയ കോൺക്രീറ്റ് സ്ലാബുകളെ പിളർന്ന് ചെളികൾ മാറ്റി കെട്ടിടങ്ങളിൽ പരിശോധന തുടർന്നു. മണ്ണിനടിയിൽ പൂണ്ടുകിടന്ന വാഹനങ്ങളും പുറത്തെടുത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ പള്ളിയോട് ചേർന്ന് അടിഞ്ഞുകൂടിയ മരക്കൂട്ടങ്ങളിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു.
ഒരു കുട്ടിയുടെ മൃതദേഹം തൊട്ടുമുമ്പ് ഈ പരിസരത്തു നിന്നും കിട്ടിയിരുന്നു. ഇതോടെ ബുധനാഴ്ച 10 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുക്കാനായി. 2 യന്ത്രങ്ങൾ കൂടി മുണ്ടക്കയിൽ എത്തിച്ചതിനാൽ ബാക്കിയുള്ള വീടുകളിലും രക്ഷാദൗത്യം തുടങ്ങാനായി. മണിക്കൂറുകളെടുത്താണ് സ്ഥലത്തേക്ക് ഈ യന്ത്രങ്ങൾക്ക് എത്തിച്ചേരാനായത്. വീണ്ടും ഉരുൾപൊട്ടൽ ഭീതി വിതയ്ക്കുന്ന വിധം മലവെള്ളം കുത്തിയൊഴുകുമ്പോഴും രക്ഷാദൗത്യ സന്നാഹങ്ങളെല്ലാം മുണ്ടക്കയിൽ ചലിച്ചു. ഉച്ച കഴിഞ്ഞതോടെ പ്രദേശത്ത് കനത്ത മഴ തുടങ്ങിയതോടെ ചൂരൽമലയിൽ ആർമിയുടെ സഹായത്തോടെ ആദ്യമുണ്ടാക്കിയ താൽക്കാലിക പാലത്തിൽ വെള്ളം കയറി തുടങ്ങി. ഇതുവഴിയാണ് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലേക്ക് പോയിരുന്നത്. വൈകിട്ട് 6ഓടെ ഇതുവഴി സാഹസികമായാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലുള്ളവർക്ക് ആർമിയും പോലീസും സഹായമൊരുക്കിയത്. കനത്ത ഇരുട്ടും മഴയും തുടരുന്നതിനാൽ പിന്നീട് രക്ഷാദൗത്യം ഈ മേഖലയിൽ ശ്രമകരമായിരുന്നു. ആർമി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ബെയിലി പാലം നിർമ്മാണവും ചൂരൽമലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനായുള്ള സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളം വഴി ചൂരൽമലയിലെത്തിച്ചു. വ്യാഴാഴ്ച പാലം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം തുടരുന്നത്. ഉള്ളുലയ്ക്കുന്നതാണ് മുണ്ടക്കയിലെ കാഴ്ചകൾ. ഹൃദയമുള്ള ഏതൊരാളെയും അത് നൊമ്പരപ്പെടുത്തും. ആ മൺകൂനകൾക്കുള്ളിൽ ജീവന്റെ തുടിപ്പ് ഇനിയും അവശേഷിക്കുന്നുണ്ടാകുമോ? രക്ഷാദൗത്യം തുടരുമ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.